Hello guys, welcome back to our channel. So എല്ലാരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. I hope you all watched our first live. അതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മൾ ഇന്ന് വന്നേക്കുന്നതൊരു കണ്ടിന്യൂവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ആൽഫബറ്റ് ഡേറ്റിംഗ് സീരീസ് വീണ്ടും കിക്കർ അടിച്ച് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വി ആർ ബാക്ക് വിത്ത് ആൽഫബറ്റ് ഡി. സോ നമ്മൾ ഇന്ന് ഡിസൈഡ് ചെയ്തത് ഒരു ഡോഗ് കഫേയിൽ പോവാൻ വേണ്ടിയിട്ടാണ്. സോ പെറ്റ് ഫ്രണ്ട്ലി കഫേസ് വളരെയധികം കുറവാണ് കേരളയിൽ. എന്റെ അറിവില് ഉണ്ടാവും കൊച്ചിയിലും ട്രിവാൻഡ്രത്തിലും, ബട്ട് ബാംഗ്ലൂരിൽ നമ്മളിപ്പോ കറന്റ്ലി ലൊക്കേറ്റഡ് ആയതുകൊണ്ട് ഇവിടെ 2-3 എണ്ണമാണ് ഫേമസ് ആയിട്ടുള്ള ഡോഗ് കഫേസ്. സോ ദ കഫേ നെയിം ഇസ് തർപ്പപ്പ്. അപ്പൊ എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഡു സബ്സ്ക്രൈബ് ആ ചാനൽ. And don't forget to like, share and comment on our videos and do suggest us ഇനി അപ്കമിങ് ആൽഫബറ്റ്സ് എല്ലാം വരുന്നുണ്ട്, ഈ തൊട്ട് ഇസഡ് വരെ ഉള്ളത്. സോ നിങ്ങളുടെ സജഷൻസ് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്ത് എടുക്കുന്നതായിരിക്കും. സോ ഡു കോമെന്റ് ആൻഡ് സജസ്റ്റ് us. And thank you so much once again for watching us live. നമുക്കിപ്പോൾ 715 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. നമ്മുടെ challenge or the next milestone that we have in mind is 1000 subscribers. So if you haven't subscribed, again we request you to please subscribe. So എന്തായാലും നമുക്ക് ഇനിയിപ്പോ അവിടെ എത്തിയിട്ട് കാണാം. സോ ഫൈനലി നമ്മൾ നമ്മളെ ഡെസ്റ്റിനേഷനായ ഡോഗ്സ് കഫേ ഡോഗ് കഫേയിൽ എത്തിക്കഴിഞ്ഞു. വൈറ്റ് ഫീൽഡ് ആണ് ലൊക്കേഷൻ വരുന്നത്. സോ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഒരു സ്പേഷ്യസ് പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഫ്രണ്ടില്. സോ നമ്മൾ വണ്ടിയൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചു. ഇനിയിപ്പോ അകത്തേക്ക് കയറാൻ പോവാണ്. സോ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. സോ ഡോഗ്സ് കഫേ എന്താണെന്ന് അറിഞ്ഞൂടാത്തവർക്ക്, ഡോഗ്സ് കഫേ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു റാൻഡം പെറ്റ് ഫ്രണ്ട്ലി കഫേ അല്ല, ബട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പെറ്റ്സ് ആയ ഡോഗ്സിനെ കൊണ്ടുവരാൻ കൂടെ അവർക്ക് ഇവിടെ ഗ്രൂമിങ്, ട്രെയിനിങ്, സ്വിമ്മിങ് ഏരിയ എല്ലാം തന്നെ ഉണ്ട്. അത് കൂടാതെ ഇവിടുത്തെ തർപ്പപ്പ് കഫേയിൽ തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള വെറൈറ്റി ഓഫ് ബ്രീഡ്സ് ഓഫ് ഡോഗ്സ് ഉണ്ട്. സോ നമുക്ക് അവരെ കണ്ടും ഇന്ററാക്ട് ചെയ്തും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. പ്ലസ് ഇവിടെ ഒരു കഫേ ഉണ്ട്. സോ ദാറ്റ്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡോഗ് കഫേ and Tharpap cafe to be exact. നമ്മൾ എന്തായാലും വിചാരിച്ചു ഡി ഫോർ ഡോഗ് കഫേ തന്നെ ചെയ്യാം. കാരണം നമ്മുടെ വീട്ടിലും 2 പപ്പീസ് ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. 2 ഗോൾഡൻ റിട്രീവേഴ്സ് ആണ്, ലൂണ, ലോക്കി. സോ ഞാൻ ഒത്തിരി അവരെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ചിക്കും പറഞ്ഞു അവരെ മിസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തുകൊണ്ട് ഡി ഫോർ ഡോഗ് കഫേ ചെയ്തുകൂടാ. നമുക്ക് ഇനി അകത്ത് പോയിട്ട് കാണാം അവിടെ എന്തൊക്കെ ബ്രീഡ്സ് ഉണ്ട്, എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ് എന്നൊക്കെ നമുക്ക് അകത്ത് പോയി കാണാം. സോ ഗൈസ്, എൻട്രൻസിൽ തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ക്രിസ്മസ് വൈബ് കിട്ടി. ചെറിയ ക്രിസ്മസ് വൈബാണ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു വന്നാലും. സോ നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ കവർ ചാർജസ് ഓഫ് 250 പേ ചെയ്യണം പെർ പേഴ്സൺ, വിച്ച് ഇസ് ഫുള്ളി റിഡീമബിൾ ഇൻ ഫുഡ് ആൻഡ് ബെവറേജസ്. നമ്മൾ അകത്തുനിന്ന് എടുക്കുന്നതാണ്. സോ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദർ ആർ എ ലോട്ട് ഓഫ് സർവീസസ് ദാറ്റ് ദേ ഓഫർ. bath and grooming, essentials like nail clipping, ear cleaning, teeth brush, etc. പിന്നെ കാറ്റ്സിന്റെയും അവര് ബേസിക് ഗ്രൂമിങ് ആൻഡ് ഫുൾ ഗ്രൂമിങ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഡോഗ്സിനും കാറ്റ്സിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു പൂൾ ഏരിയ ഉണ്ട്, ആൻഡ് ബോർഡിംഗ് ഫെസിലിറ്റി ഉണ്ട്, ഡേ കെയർ ഉണ്ട്, ആൻഡ് ദർ ആർ ഓൾസോ വേരിയസ് മെമ്പർഷിപ്പ് പാക്കേജസ് ആൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് മെൻഷൻ. സോ we are waiting to get inside Tharpap cafe. നമുക്ക് ആക്ച്വലി എൻട്രൻസിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കവർ ചാർജസ് പേ ചെയ്യണം. സോ റൈറ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ വി കെൻ സ്പെൻഡ് ടൈം വിത്ത് ദ ട്രെയിൻ ഡോഗ്സ് ദാറ്റ്സ് ഹിയർ. ഒരുപാട് വെറൈറ്റി ഓഫ് ഡോഗ്സ് ഉണ്ട്. നമുക്ക് ആക്ച്വലി അതിൻ്റെ ഒരു ഗ്ലിംസ് കാണിച്ചു തരാം അകത്ത് കയറുന്നതിന് മുന്നേ. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ആൻഡ് ഇവിടെ ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ദ cafe where food and beverages are served for us. So yeah, it's going to be a dogful and playful and happy date for us. So stay tuned. So guys, നമുക്ക് എൻട്രൻസിൽ തന്നെ 2 കാർഡ്സ് തന്നു അവര് തർപ്പപ്പിന്റെ. സോ ദിസ് ഇസ് ആർ കൂപ്പൺസ് വിച്ച് ക്യാൻ ബി റിഡീംഡ് ഓൺ ഫുഡ് ആൻഡ് ബെവറേജസ്. ഇതിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് അബൌട്ട് ഡോഗ്സ് എഴുതിയിട്ടുണ്ട്. വാട്ട് ഈസ് എ ബീഗിൾസ് ഫേവറേറ്റ് ഗെയിം? സ്പേസ് ഇൻവേഡേഴ്സ് എന്നാണ് പറയുന്നത്. ആൻഡ് വാട്ട് ഡിഡ് ദ ഹംഗ്രി ഡാൽമേഷ്യൻ സേ ആഫ്റ്റർ ഹി ഹാഡ് ഹിസ് ഡിന്നർ? ഡു യു ഗൈസ് നോ ദി ആൻസർ? So the answer is that hit the spot. So this is quite funny. And നമ്മുടെ കൂപ്പൺസ് കിട്ടി. സോ നമ്മൾ ഫുഡിലേക്ക് കടക്കുന്നതിന് മുന്നേ we are actually going to meet the dogs that's already there. സോ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും. there are a lot of breeds. ബീഗിൾ ഉണ്ട്, ഷിറ്റ്സു ഉണ്ട്, then there are golden retrievers, and അപ്പുറത്തൊരു ഡാൽമേഷ്യനും ഉണ്ട്. So we'll go say hi to them and play around with them.
സോ ഗൈസ് നമുക്കിവിടെ ഒരു ട്രെയിനറും ഉണ്ട്. ഇതാണ് ഈ ബ്രീഡിന്റെ ട്രെയിനർ ഇവിടുത്തെ. സോ ഗൈസ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് പെറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ഇവർ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന കഫേയിലെത്തിയപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ലച്ചുവിൻ്റെ അടുത്ത് ചോദിച്ച്, ഇത് കുറച്ച് ഉള്ളിലോട്ടാണ്, നമ്മളെ വൈറ്റ് ഫീൽഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ലച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചു, ഇവിടേക്ക് ആരെങ്കിലും വരുമോ, ആരെങ്കിലും കാണും? ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കാണ് നമുക്ക് ഇത്രയും വലിയൊരു ക്രൗഡുണ്ട് ഇവിടെ. നമുക്ക് ഒറ്റ ടേബിൾ പോലും ഇല്ല നമുക്ക് കാലിയായിട്ടുള്ളത്. സോ നമുക്ക് വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 5-10 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തു. ഇത്രയും നിറച്ച് പെറ്റ് ലവേഴ്സ് ഉണ്ട് ഇവിടെ. സോ ഇറ്റ് ഈസ് എ റിയലി ഗുഡ് തിങ്. ആക്ച്വലി നമ്മൾ ആൾക്കാർക്ക് മാത്രമല്ല ഇവിടെ ഒരു വൈബ് കിട്ടുന്നത്, അല്ലെങ്കിൽ കമ്പാനിയൻ കിട്ടുന്നത്. ഓൾ ദീസ് പെറ്റ്സ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ. സോ നമ്മളിപ്പോൾ അതേ റീസെൻ്റ് ആയിട്ട് ഒരു ഹസ്കീന് അതിൻ്റെ സ്വന്തം ബാഗ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സോ ഇതാണ് നമ്മൾ കാണുന്ന ഡോഗിൻ്റെ പ്ലേ ഏരിയ. ഡോഗ്സിന് മാത്രമല്ല കിഡ്സിനും പ്ലേ ഏരിയ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇൻ ഡോഗ്സിനൊക്കെ നമുക്ക് സ്വിം ചെയ്യിപ്പിക്കാം ആൻഡ് ദേ ഹാവ് എ ഗുഡ് ടൈം ഹിയർ. അതൊരു ഗോൾഡൻ റിട്രീവറാണ്. നന്നായിട്ട് സ്വിം ചെയ്തങ്ങ് എൻജോയ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ഡോഗ് പാർക്ക്. സോ ഇവിടെ ഓൾറെഡി ഒരു കോർണറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവരൊരു ഡെക്കോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മെരി ക്രിസ്മസ് ആണ് ഇപ്പോൾ തൽക്കാലം എഴുതിയിരിക്കുന്നത്. ബട്ട് ആക്ച്വലി ദിസ് ഈസ് എ വെരി നൈസ് പ്ലേസ് ടു ഹോസ്റ്റ് യുവർ ഫർ ബഡീസ് ബർത്ത്ഡേ ആസ് വെൽ. ഹലോ ഹലോ. സോ സോറി ഐ ഗോട്ട് ഡിസ്ട്രാക്റ്റഡ്. സോ ദിസ് ഈസ് എ നൈസ് ഡെസ്റ്റിനേഷൻ. നിങ്ങളുടെ പെറ്റ്സിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാം. അവർ തന്നെ ഡോഗ് ഫ്രണ്ട്ലി കേക്ക്സും ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട്. കേക്ക്സ് മാത്രമല്ല, ദർ ആർ ട്രീറ്റ്സ് ഫോർ ഡോഗ്സ്, പിന്നെ ബെവറേജസ് ഫോർ ഡോഗ്സ് എസ്പെഷ്യലി. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര ഹാപ്പി വൈബാണ് കേട്ടോ. സോ ഐ എം ആക്ച്വലി റിമെമ്പറിങ് മൈ 2 ബേബീസ് ലൂണ ലോക്കി. സോ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഗോൾഡൻ റിട്രീവേഴ്സിനെ കണ്ടു, ഹസ്കീസിനെ കണ്ടു. സോ അവർക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്, പിന്നെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട്. സോ ബോർഡിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. സോ ആ ബാക്കി കാണുന്ന ഹൗസസ് ഒക്കെ പെറ്റ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഇൻ ഹൗസ് ബോർഡിങ് ചെയ്യുന്നുണ്ട് അവർ. സോ അവർ ബോർഡിങ്ങിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ദർ വിൽ ബി ഗ്രൂമിങ് സെഷൻസ്, ട്രെയിനിങ് സെഷൻസ് എക്സെട്ര ദാറ്റ്സ് ഇൻക്ലൂഡഡ് അലോങ് വിത്ത് ദ ഫുഡ് ആൻഡ് ഹെൽത്ത് ചെക്കപ്പ് എക്സെട്ര. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ. ആൻഡ് എസ്പെഷ്യലി ഇതുപോലെ നമ്മൾ സൺഡേസ് അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് നമുക്ക് പെറ്റ്സിനെ കാണാൻ പറ്റും. എല്ലാവരും അവരവരുടെ പെറ്റ്സായിട്ടൊക്കെ വന്ന് റിലാക്സ് ചെയ്ത് നല്ലൊരു മീലൊക്കെ കഴിച്ച് ഇത് നോക്കിയേ, ജസ്റ്റ് എ ക്യൂട്ട് കപ്പിൾ ദാറ്റ് സിറ്റിംഗ് വിത്ത് എ വൈറ്റ് ഗോൾഡൻ റിട്രീവർ. സോ അതിന് ലീഷ് പോലും ഇട്ടിട്ടില്ല. സോ ദേ ആർ ലെഫ്റ്റ് ഫ്രീ ടു ആക്ച്വലി ഇൻട്രാക്ട് ആൻഡ് ബിക്കം ഫ്രണ്ട്സ് വിത്ത് എനി ഡോഗ്സ് ദാറ്റ്സ് ഇൻ ഹിയർ. സോ ഇറ്റ്സ് ലൈക്ക് എ ബ്രേക്ക് ഫോർ ദെം ഓൾസോ. എപ്പോഴും ഇങ്ങനെ വീട്ടിലൊക്കെ അടഞ്ഞ് കിടക്കുമ്പോൾ ഐ നോ പേഴ്സണലി ഓണിങ് എ ഡോഗ്, ഐ നോ ദാറ്റ് ദേ ഹായ് ക്യൂട്ടി ഹായ്. സോ ഇറ്റ്സ് എ റിയലി നൈസ് എക്സ്പീരിയൻസ്. അവർക്കും ഒരു ബ്രേക്കാണ്. വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ അടച്ചു പൂട്ടിയിടുമ്പോഴത്തേക്ക് അവർക്കൊന്ന് പുറത്ത് വന്ന് ഇങ്ങനെ കളിച്ച് അർമാദിച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക എന്ന് പറയുന്നത്. ഐ ക്യാൻ നോട്ട് ടേക്ക് മൈ ഐസ് ഓഫ് ദിസ് ഗോൾഡൻ റിട്രീവർ. നോക്കിയേ ഇങ്ങനെ കളിച്ച് നടക്കുക. ആൻഡ് ഹി ഹാസ് എ ഫ്രണ്ട് ടു, ഒരു ബീഗിൾ, ബ്രൂണോ പറഞ്ഞിട്ട്. സോ ചിക്കുവിൻ്റെ ഫേവറേറ്റ് ബ്രീഡ് ബീഗിളാണ് കേട്ടോ ഗൈസ്, എൻ്റെ ഗോൾഡൻ റിട്രീവർ. ഞാൻ എൻ്റെ ഡോഗ്സിൻ്റെ ഫോട്ടോ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഗൈസ്. അവർക്ക് ഇവിടെ ഇൻ ഹൗസ് ആയിട്ട് ഗ്രൂമിങ്ങിൻ്റെ സലൂണും ഉണ്ട്. സോ നിങ്ങൾക്ക് കാണാം ഒരു ക്യൂട്ട് ഗോൾഡൻ റിട്രീവർ അകത്ത് ഗ്രൂമിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡീ ഷെഡിങ്, ഓയിൽ മസാജ്, ഹെയർ സ്റ്റൈലിംഗ് എല്ലാ വക സർവീസസും ഉണ്ട്. സോ ഇവർക്ക് ആക്സസറീസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷോപ്പും അവൈലബിൾ ആണ്. യു ക്യാൻ ഗെറ്റ് ഓൾ കൈൻഡ്സ് ഓഫ് ടോയ്സ്, ഗുഡീസ് ആൻഡ് എസെൻഷ്യൽസ് ഫോർ യുവർ പെറ്റ്സ്.
അടിപൊളിയാണ് കേട്ടോ. സോ ഗൈസ്, ഇവിടെ ഓരോ കോർണറിലും കഫേയിൽ നമ്മുടെ ഡോഗ്സിന് വെള്ളം കുടിക്കാനായിട്ട് ഒരു ബോൾ വെച്ചിട്ടുണ്ട്. സോ റാൻഡംലി നമ്മുടെ ഡോഗ്സ് ഒക്കെ കളിച്ച് തളർന്നു വരുമ്പോഴത്തേക്കും ദേ കം ആൻഡ് ഹാവ് എ സിപ്പ് ഓഫ് വാട്ടർ ഓൾസോ. ഡോഗ്സിനൊരു ചെയർ തന്നെ അവർ കൊടുത്തിട്ടുണ്ട് ലൈക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. സോ ഗൈസ്, നമ്മുടെ ഡിഷസ് എത്തിക്കഴിഞ്ഞു. ഇതാണ് എൻ്റെ ആലിയോ ഓലിയോ പാസ്ത, പിന്നെ ചിക്കുൻ്റെ നോൺ വെജ് പ്ലാറ്റർ. അവർ ചില്ലി ഫ്ലേക്സും ഓറിഗാനോ തന്നിട്ടുണ്ട്. ഗാർലിക് ഫ്രൈസ് ദേ വന്നു കഴിഞ്ഞു. താങ്ക് യു. സോ നമ്മുടെ ഗാർലിക് ഫ്രൈസ് എത്തിക്കഴിഞ്ഞു. ലെറ്റ്സ് ബിഗിൻ. ഇതെൻ്റെ ചിക്കൻ പ്ലേറ്റ്, ഐ തിങ്ക് ഗ്രിൽഡ് ചിക്കനാണ്. ഡിപ്പിൽ മുക്കി ഒരു സെറ്റ്. സോ ഗൈസ്, ഞാൻ ആദ്യം ഗാർലിക് ഫ്രൈസ് ആണ് ട്രൈ ചെയ്യുന്നത്. നമുക്കൊരു മേയോ ഡിപ്പും തന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ പെരി പെരി ഫ്രൈസ് കേട്ടിട്ടുണ്ട്, സോൾട്ടഡ് നോർമൽ ഫ്രൈസും കേട്ടിട്ടുണ്ട്. ഗാർലിക് ഫ്രൈസ് ആദ്യമായിട്ടാണ്. ടേസ്റ്റ് റിയലി ഗുഡ്. നല്ല ക്രിസ്പിയാണ്, ചൂടുണ്ട്, ഒരു ഗാർലിക് ഫ്ലേവറും ഉണ്ട്. സോ നമുക്ക് എന്തൊക്കെ ഡിഷസ് കൊണ്ടുവന്ന് വെച്ചാലും നമ്മുടെ ഇവിടെയുള്ള ഓരോ പെറ്റ്സും ഇങ്ങനെ ആർത്തിയോടെ വന്ന് നമ്മുടെ അടുത്ത് നിന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ദേ ആർ ഓൾ വെരി വെൽ ട്രെയിൻഡ്, ഐ മസ്റ്റ് സേ ദാറ്റ്. സോ ഞാൻ ആലിയോ ഓലിയോ പാസ്ത ട്രൈ ചെയ്യുവാണ്. സോ ബേസിക്കലി സ്പെഗറ്റിയുടെ ഒരു വെറൈറ്റിയാണ് ആലിയോ ഓലിയോ. ഇറ്റ്സ് മെയ്ഡ് ഔട്ട് ഓഫ് ഐ തിങ്ക് മഷ്റൂം, ഓലിവ്സ് ഉണ്ട്, പിന്നെ വൈറ്റ് സോസ് ആണ് ബേസിക്കലി. സോ ഞാൻ ട്രൈ ചെയ്യുകയാണ്. ഞാൻ കുറച്ച് ഓറിഗാനോ ചില്ലി ഫ്ലേക്സ് ഇട്ടായിരുന്നു. Presentation and quantity wise it's good. Let's see the taste. It's really good. അടിപൊളിയായിട്ടില്ല. യെസ്, നമ്മൾ കഴിച്ചിട്ട് ഇനി നമ്മൾ കഴിച്ചിട്ട്. സോ ഗൈസ്, നമ്മൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. യെസ്, സോ ഇറ്റ് വാസ് an amazing experience. പറയാതിരിക്കാൻ വയ്യ. ഞാൻ കൂടുതൽ സമയം ഗോൾഡൻ റിട്രീവേഴ്സിന്റെ കൂടെ ആട്ടോ സ്പെൻഡ് ചെയ്തത്. Third Cafe is a superb, very pet friendly and very fun spot. So this is like a perfect thing to do on your weekends, especially Sunday ഒക്കെ വരാണെങ്കിൽ അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ടാവും. ആൻഡ് നമ്മളിവിടെ ആക്ച്വലി ഒരു 3 PM ഒക്കെ ആയപ്പോൾ എത്തിയായിരുന്നു. 3 PM to ഇപ്പോൾ ഏകദേശം 6 മണി ആവാറായി. We spent solid 3 hours and more, but it was so fun and perfect. So we enjoyed every bit of it. Food ഒക്കെ it was above average എന്ന് പറയാം, but not so wow and all. ബട്ട് സ്റ്റിൽ കേരളത്തും ട്രിവാൻഡ്രത്തും അല്ലേ നമ്മുടെ ട്രിവാൻഡ്രത്തും ഇതുപോലത്തെ ഇനിഷ്യേറ്റീവ്സ് വരട്ടെ, ഡോഗ്സ് കഫേ ഒക്കെ വരട്ടെ. ഇറ്റ്സ് ഫൺ. സോ അതായിരുന്നു നമ്മൾ ആൽഫബറ്റ് ഡേറ്റിംഗ് ഡേറ്റ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ, ഡോഗ്സ് കഫേ. സോ അടുത്ത ആൽഫബറ്റ് ആസ് യു ഓൾ നോ ഇ. സോ അതുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. യെസ്, സോ സ്റ്റേ ട്യൂൺ ടു ലാസ്ക വ്ലോഗ്സ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.